ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോട്ടോ ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമ്മൾ ചെയ്ത വർക്കുകൾ നമുക്ക് തന്നെ ഫ്രെയിം ചെയ്യാം. അത് കാണുന്നതിനായി നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ 4x എന്ന് പറഞ്ഞ ഷീറ്റ് കൊണ്ടാണ്. ഇതാണ് നമ്മൾ പറയുന്ന 4x ഷീറ്റ്. നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗമ്മും ഒരു നൈഫും ഒരു സ്കെയിലും മാത്രം മതി. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് നീളത്തിൽ 1 ഇഞ്ച് വീതിയിൽ കിട്ടുന്ന രീതിയിൽ നീളത്തിൽ നമ്മൾ ഫ്രെയിമിന് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ 4 പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഫ്രെയിമിന് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന് ആവശ്യമായിട്ടുള്ള വിഡ്ത്തിലും ലെങ്ത്തിലും നമ്മൾ ഒരു ബോർഡ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ ഫ്രെയിമിന് വേണ്ടി എടുക്കുന്നത്. ഇതുപോലെ 2 വലുതും 2 ചെറുതും എടുക്കും. എന്നിട്ട് അത് നമ്മളതിൻ്റെ കോണ് കട്ട് ചെയ്യുക. ഫ്രെയിമിന് ആവശ്യമായിട്ടുള്ള കോണായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളത് കൂട്ടി വെച്ചാലൊരു ഫ്രെയിമായിട്ട് തോന്നണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കോണായിട്ട് കട്ട് ചെയ്യുന്നത്. നമ്മൾ 4 എണ്ണം അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. 2 സൈഡും കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളിനി അത് കോണോട് കോണ് കൂട്ടി വെച്ചതിന് ശേഷം ഫ്ലെക്സ് ഗമ്മ് വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്രെയിമിന് എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 4 മൂലകളിലും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ 1/2 ഇഞ്ച്, ആദ്യം നമ്മൾ 1 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തത്. ഇനി നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സൈഡുകളിൽ നമ്മൾ ഇതുപോലെ വെച്ചെടുക്കുക. അതായത് നമ്മളപ്പോൾ ആദ്യം എടുത്തത് 4 എണ്ണം ആണെങ്കിൽ ഇത് 8 എണ്ണം എടുക്കണം. അപ്പോൾ അതിൻ്റെ 2 സൈഡുകളിൽ നമ്മൾ വെച്ചെടുക്കണം. ഇതുപോലെ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ, എല്ലാവർക്കും ചെയ്യാവുന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ ചെയ്തതിന് ആദ്യം ഫ്രെയിം ഔട്ടർ വെച്ച് ഇനി ഇന്നറാണ് വെക്കുന്നത്. ഇന്നറിലും അത് ഇതുപോലെ തന്നെ നമ്മളത് ചേർത്ത് ഇങ്ങനെ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ കിട്ടും. നമുക്ക് ബേസ് ഇതുപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പിക്ചർ, അത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പിക്ചറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ അതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊരു സ്റ്റിക്കറാണ് ചെയ്തിട്ടുള്ളത്. അത് ഇതേപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒട്ടിച്ചെടുക്കുക. ചുളിവുകളൊന്നും കുടുങ്ങാതെ തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഫ്രെയിമിലേക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ച ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് ഇറക്കി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഒരുപാട് പണം കൊടുത്തിട്ടൊന്നും ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഗിൽറ്റർ ഫോമൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു ലെറ്റർ, അവരുടെ പേരിൻ്റെ ലെറ്റേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഫ്രെയിമിൻ്റെ ഒരു ചെറിയ രീതിയിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ഫ്ലവേഴ്സോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ അതുമേലെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളതിൻ്റെ ഫ്രെയിം വർക്ക് പോലെ ഒരു ഗോൾഡൻ റിബൺ പോലെ തന്നെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിമിംഗ് ആണിത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.